ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് അവിൽ മിക്സ്ചർ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ അവിൽ ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനങ്ങനെ അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ പൊട്ടുകടല ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേ പാനിലോട്ട് ഞാൻ നിലക്കടല ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും വറുത്തെടുക്കാം. ഒന്നര കപ്പ് വെള്ളവിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേശ്ശെ ആയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരാം. ഒരുപാട് സമയം വെക്കണ്ട. ഇതിനി ഒരു ഓട്ടത്തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ടിഷ്യൂ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ അത്യാവശ്യം എണ്ണ ഉണ്ടാവും. അവിലിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ എണ്ണയുടെ കളർ മാറിയിട്ടുള്ളത്. അപ്പം നമ്മുടെ അവിലെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഞാൻ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തതാണിത്. ഇതിൽ 2 ഏലക്കായ കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല മധുരം ഉണ്ടാവും. മധുരം അത്ര തന്നെ വേണ്ടാന്നുള്ളവർക്കൊരു 3 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1.5 കപ്പ് അവിൽ വറുത്തെടുത്തതാണിത്. വറുത്തെടുക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കടലകളെല്ലാം ചേർത്ത് കൊടുക്കാം. നേരത്തെ മുളക് പൊടിയും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. അപ്പോൾ വേണമെന്നുള്ളവർക്ക് കടലമാവ് കൊണ്ട് ബൂന്തി ഉണ്ടാക്കിയിടാം കേട്ടോ. അപ്പോൾ അവിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്നൊരു വെള്ള മിക്സറിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അവിൽ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.